ാണ് ബില്ലിനെ എതിർക്കുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ. ബില്ല് അനുച്ഛേദം 21-നെതിരാണ് എന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി കുറ്റപ്പെടുത്തുന്നു. അനാവശ്യവും ഭരണഘടനാ വിരുദ്ധവുമായ ബില്ലാണിത്. പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ നീക്കം എന്ന വിമർശനം ഉയർത്തുന്നു പ്രതിപക്ഷ അംഗങ്ങൾ. ബില്ലിനെ ശക്തമായി എതിർക്കുന്നു എന്നായിരുന്നു NK പ്രേമചന്ദ്രന്റെ പ്രതികരണം. ബില്ല് അംഗങ്ങൾക്ക് വിതരണം ചെയ്തില്ല. ഇത്തരത്തിലൊരു ഭരണഘടനാ ഭേദഗതി ബില്ല് അടിയന്തരമായി കൊണ്ടുവരേണ്ട സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യവും പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയരുകയാണ്. അതിനിടയിൽ അമിത്ഷായുടെ മറുപടി ഉണ്ടായി. JPCക്ക് വിടാം എന്നുള്ളതായിരുന്നു അമിത്ഷായുടെ മറുപടി. പക്ഷേ അതൊന്നും അംഗീകരിക്കാതെ അതിശക്തമായ വിമർശനം പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുകയാണ്. ബൽറാം നെടുങ്ങാടി അല്പസമയത്തിനകം ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. KC വേണുഗോപാലും സംസാരിക്കുമ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് കേന്ദ്രത്തിൻ്റെ ഈ നീക്കത്തിനെതിരെ ഉയർത്തുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, 30 ദിവസം ജയിലിലായാൽ മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകും. അതിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ വരുന്നുണ്ട്. ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ബിൽ എന്ന വിമർശനം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ നിരയിൽ നിന്ന് ശക്തമായ വിമർശനം ഉയരുന്നു. എന്താണ് സഭയിൽ സംഭവിക്കുന്നത് ബൽറാം? റീജിത്ത്, വലിയ തോതിലുള്ള ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലാണ് ആഭ്യന്തരമന്ത്രിയുടെ ഈ വിവാദമായ 3 ബില്ലുകളുടെ അവതരണ വേളയിൽ ഉണ്ടായത്. അപ്രതീക്ഷിത നീക്കമായിരുന്നു ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ രാത്രിയാണ് ഈ 3 ബില്ലുകൾ, അത് ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ല്, 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ല്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിയമ ഭേദഗതി ബില്ല് എന്നീ 3 ബില്ലുകൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിൽ ഏറ്റവും പ്രതിപക്ഷ വിമർശനം ഉയരുന്നത് 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ലിന് എതിരെ തന്നെയാണ്. ഈ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് ഗുരുതരമായ 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെടുന്ന കേസുകളിൽ അറസ്റ്റിലായി കസ്റ്റഡിയിൽ 30 ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ ആ നേതാവ് അല്ലെങ്കിൽ ആ പദവി മുഖ്യമന്ത്രിയോ മന്ത്രിയോ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആയിക്കൊള്ളട്ടെ, ആ പദവിയിലുള്ള വ്യക്തി അയോഗ്യനാകും, രാജിവെക്കണം എന്ന വ്യവസ്ഥയാണ് ഈ ബില്ലിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉയർന്നത്, പ്രതിപക്ഷ വിമർശനങ്ങൾ ഉയർന്നത്. കുറ്റം തെളിയിക്കപ്പെടേണ്ടതില്ല, മറിച്ച് കസ്റ്റഡിയിൽ 30 ദിവസം പിന്നിട്ടാൽ 31-ാം ദിവസം രാജിവെക്കണം എന്നുള്ളതാണ് ബില്ലിലെ വ്യവസ്ഥ. അല്ലാത്ത പക്ഷം ഈ വ്യക്തിയെ, ആ മന്ത്രിയെ പുറത്താക്കാൻ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ അധികാരമുണ്ടാകും. ഈ വ്യവസ്ഥ അത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം നിലവിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സമാനമായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് 30 ദിവസം കസ്റ്റഡിയിലാക്കിയ ശേഷം അട്ടിമറി നടത്താനുമാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്നും വോട്ട് കൊള്ളയ്ക്കെതിരായി രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ആ ബില്ലുകൾ ഉടൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുമാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ഇന്ന് 3 ബില്ലുകളും ഒന്നിച്ചാണ് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ കടുത്ത പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നിരുന്നു. ബില്ല് അവതരിപ്പിച്ച ഉടൻ തന്നെ അതിൽ എതിർപ്പുമായി രംഗത്തെത്തിയത് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയാണ്. അദ്ദേഹം ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബില്ല് എന്നും താൻ ശക്തിയുക്തം ഈ ബില്ലിനെ എതിർക്കുന്നു എന്നും അറിയിച്ചു. കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയും അനുച്ഛേദം 21-ന്റെ കടുത്ത ലംഘനമാണ്, മൗലികാവകാശങ്ങൾ പോലും ലംഘിക്കുന്നതാണ്, ഒപ്പം ജനപ്രതിനിധികളുടെ അവകാശത്തിനുള്ള ലംഘനമാണ് ഈ ബില്ല് എന്നാണ് വ്യക്തമാക്കിയത്. തുടർന്ന് സംസാരിച്ച NK പ്രേമചന്ദ്രനും ശക്തമായ എതിർപ്പ് ഈ ബില്ലിൽ ഉന്നയിച്ചു. ഒപ്പം തന്നെ ബില്ല് ചട്ടങ്ങളും രീതികളും ലംഘിച്ചുകൊണ്ടാണ് എന്നും ബില്ലിന്റെ പകർപ്പ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടില്ല എന്നും NK പ്രേമചന്ദ്രൻ MP ചൂണ്ടിക്കാണിച്ചു. ആ സമയത്താണ് ആഭ്യന്തരമന്ത്രി മറുപടിയായിക്കൊണ്ട് ബില്ല് JPCക്ക് വിടാൻ തയ്യാറാണ് എന്നും ആ ഘട്ടത്തിൽ വിശദമായി തന്നെ പരിശോധനയും ചർച്ചയും ആകാം എന്നുമുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ താൻ ബില്ല് അവതരണ ഘട്ടത്തിൽ തന്നെ എതിർക്കാൻ MP-മാർക്ക് അവകാശമുണ്ട് എന്ന കാര്യം NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു. KC വേണുഗോപാലും ബില്ലിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ചെയ്തത്. ധാർമ്മികതയുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അങ്ങനെ ധാർമ്മികത മുൻനിർത്തി ആണെങ്കിൽ അമിത്ഷാ എങ്ങനെ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുമെന്നും ഗുജറാത്ത് കലാപത്തിൽ ആരോപണ വിധേയനായ വ്യക്തിയാണ് അദ്ദേഹം എന്നും കാര്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. എന്നാൽ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ആരോപണമുയർന്ന ഘട്ടത്തിൽ താൻ രാജിവെച്ച് തൻ്റെ ധാർമ്മികത തെളിയിച്ചിട്ടുണ്ട് എന്നാണ് ആഭ്യന്തരമന്ത്രി മറുപടി നൽകിയത്. തുടർന്ന് ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം, അതിരുവിട്ട പ്രതിഷേധമുണ്ടായത്. പേപ്പറുകൾ
പേപ്പറുകൾ കീറി ആഭ്യന്തരമന്ത്രിക്ക് എതിരെ എറിയുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് സഭ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. 3 മണിവരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. റിജിത്ത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലും ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ലും ഉൾപ്പെടെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രതിപക്ഷ അംഗങ്ങൾ ഈ ബില്ലിന്റെ പകർപ്പ് കീറി ആഭ്യന്തരമന്ത്രിക്ക് നേരെ എറിയുന്ന കാഴ്ചയും സഭയിലുണ്ടായി. ലോക്സഭ 3 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകും. അത് മന്ത്രിക്ക് മാത്രമല്ല പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇത് ബാധകമായിരിക്കും. പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം നിഗൂഢമാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. തുടർച്ചയായി 30 ദിവസം ഒരു മന്ത്രി പോലീസിൻ്റെയോ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ കിടന്നാൽ 31-ാം ദിവസം മന്ത്രിസഭയിൽ നിന്ന് നീക്കേണ്ടി വരും. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കും എന്ന നിലയിലുള്ള ഭേദഗതിയാണ് വരാൻ പോകുന്നത്. അതിനെതിരെയാണ് ശക്തമായ വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. വേട്ടയാടലിന് വേണ്ടി, വിലപേശലിന് വേണ്ടി, ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്രം ഇങ്ങനെയൊരു അപ്രതീക്ഷിത നീക്കം നടത്തിയത് എന്ന വിമർശനം പ്രതിപക്ഷത്ത് നിന്ന് ശക്തമായി ഉയരുകയാണ്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തുന്ന ചില വിമർശനങ്ങളുണ്ട്. അത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ നിരന്തരമായി വേട്ടയാടുന്നു എന്നുള്ളതാണ്. അത് ഒരുപാട് നേതാക്കൾ അതിൻ്റെ ഇരകളായി മാറുന്നത് നമ്മൾ കണ്ടു. അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലും ഹേമന്ത് സോറൻ്റെ കാര്യത്തിലും പ്രധാനപ്പെട്ട ചില പ്രതിപക്ഷ നേതാക്കളുടെ കാര്യത്തിലുമൊക്കെ ഒരു രാഷ്ട്രീയ വേട്ടയാണ് നടന്നത് എന്ന വിമർശനം പ്രതിപക്ഷം അതിശക്തമായി ഉയർത്തുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ഭരണഘടനാ ഭേദഗതി കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നത്. ശക്തമായി തന്നെ എതിർക്കും. JPCക്ക് വിടാം എന്നുള്ള നിർദ്ദേശത്തെ ഒന്നും അംഗീകരിക്കേണ്ടതില്ല. അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക എന്ന തീരുമാനത്തിലേക്കല്ലേ പ്രതിപക്ഷം പോകുന്നത്? ബൽറാം. റിജിത്ത്, ഈ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നേരത്തെ തന്നെ ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം മുതൽ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിത നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ച് തന്നെയാണ് എന്ന് പ്രതിപക്ഷം ഉറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് അവതരിപ്പിക്കുക എന്നാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിനുശേഷം ഇത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുക, തുടർന്ന് പിന്നീട് JPCയിൽ എത്തിയ ശേഷം പിന്നീട് പാസ്സാക്കാം എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതേസമയം പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ, മുഖ്യമന്ത്രിയെ ജയിലിലാക്കാനും സർക്കാരുകളെ അട്ടിമറിക്കാനും ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു ബില്ല് കേന്ദ്രം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ തന്നെയാണ്. അതിൽ ഒരു കേസ് പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ നിരവധി നേതാക്കൾ, മുഖ്യമന്ത്രിമാർ അടക്കം ജയിലിലാകുന്ന സാഹചര്യമുണ്ടാകുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് അത് കേന്ദ്ര സർക്കാർ തന്നെ, നിലവിലെ സർക്കാർ തന്നെ ഭേദഗതി ചെയ്തതാണ്. ആ വകുപ്പ് അനുസരിച്ച് അനിയന്ത്രിതമായ അധികാരങ്ങൾ ഇഡിക്ക് നൽകുന്നുണ്ട്. ആ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിനെ കസ്റ്റഡിയിൽ എടുക്കാം, അറസ്റ്റ് ചെയ്യാം, 30 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡി കാലാവധി ലഭിക്കുന്ന തരത്തിലുള്ള വകുപ്പുകൾ രേഖപ്പെടുത്താം. ഇതോടെ ആ മന്ത്രി, ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അയോഗ്യനായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം. കാരണം നിലവിൽ തന്നെ കേന്ദ്ര ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഭരണപക്ഷത്തു നിന്നും ധാർമ്മികത മുൻനിർത്തിയാണ് ഈ ബിൽ എന്ന് പറയുമ്പോൾ തന്നെ ഭരണപക്ഷത്തു നിന്നും ഒരു നേതാവിനെതിരെ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമോ കേസോ ഈ കാലയളവിൽ ഉണ്ടായിട്ടില്ല. കൂടാതെ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാർക്കും ഉൾപ്പെടെ ഇതിൽ ബാധകമാണ് എന്ന് ഭരണപക്ഷം പറയുമ്പോഴും പ്രധാനമന്ത്രിക്കെതിരെ ആര് കേസെടുക്കാൻ എന്നും ഏത് മന്ത്രിസഭയാണ് അതിന് ശുപാർശ ചെയ്യുക എന്നും ഒപ്പം തന്നെ അതിന് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടി മാത്രമാണ് പ്രധാനമന്ത്രിയെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർത്തും പ്രതിപക്ഷത്തെ ലക്ഷ്യമാക്കി അട്ടിമറി ലക്ഷ്യം വെച്ചാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് എന്നും ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ നിയമങ്ങളുടെ കടുത്ത ലംഘനവുമാണ് എന്നുമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ബില്ലിനെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി എതിർക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ വിഷയത്തിലെ തീരുമാനം.
ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയാണ്. കെ സി വേണുഗോപാൽ സംസാരിക്കുമ്പോൾ കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുന്നു, ധാർമ്മികതയ്ക്ക് വേണ്ടിയാണ് ഈ ബില്ല് എന്ന് കേന്ദ്രം അവകാശപ്പെടുന്നു. ധാർമ്മികതയാണ് വിഷയമെങ്കിൽ അമിത്ഷാ എങ്ങനെ ആഭ്യന്തര